അതുകൊണ്ടാണ് നമ്മളെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആ സാന്നിധ്യം ഇവിടെ വർഗീയ തീവ്രവാദമൊക്കെ ഇല്ലാതെയാക്കുന്നതിൽ കേരളത്തിൽ അത് വലിയ സ്വാധീനം. ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, ഈ രാജ്യത്തിന്റെ ഗുണത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇവിടെ വർഗീയ വിഷം അത് നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. നമ്മളിവിടെ തീവ്രത അത് നമ്മളോട് യോജിച്ചതായി അത് ഇസ്ലാമിന്റെ ഒരു ശൈലിയല്ല. തീവ്രത വർഗീയ സ്വഭാവം അത് ഇസ്ലാമിന്റെ ഒരു ശരിയല്ല. അപ്പൊ അതൊക്കെ വളരെയധികം കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു സ്വഭാവമാണ് മുൻഗാമികളാവുന്ന സാദാത്തുക്കളും മുൻഗാമികളാവുന്ന നമ്മുടെ ഉലമാക്കളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചത്. ആ ഒരു തീയതിയിൽ കൂടി തന്നെ നമ്മൾ പോകണം. അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമാവുന്ന എല്ലാ വിദ്യാഭ്യാസങ്ങളും, ശരീഅത്ത് എതിർക്കാത്ത എല്ലാ വിദ്യാഭ്യാസങ്ങളും, പക്ഷെ അതിന് അടിസ്ഥാനപരമായിട്ട് ആത്മീയമാവുന്ന വിദ്യാഭ്യാസം, ശർഈയാവുന്ന വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അത് ഹൃദയത്തിൽ, കുട്ടികളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം ശരിക്കും. അല്ലാതെ ഭൗതികമായ വിദ്യാഭ്യാസം നൽകിയാൽ അതുകൊണ്ടുണ്ടാവുന്ന അനർത്ഥങ്ങൾ പലതായിരിക്കും. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്.